ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഈവനിങ് വർക്ക് ആണ് കാണിക്കുന്നത്. ഇതെനിക്കിപ്പോൾ ഹസ്ബൻഡ് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ചെയറിലിരുന്ന് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കട്ടിലേ വന്നിരിക്കും. അപ്പോൾ എനിക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. പിന്നെ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു ഹോളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾക്ക് കട്ടിലയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനും കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ കട്ടിലയിലോ തറയിലോ അങ്ങനെ എവിടെയാണെങ്കിലും നമുക്ക് ആ ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ടേബിൾ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വർക്ക് ടൈം 12 to 9 ആണ്. അപ്പോൾ ഞാനിപ്പം 5 ദിവസം ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കി വർക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡപ്പ് ഒക്കെ 7:15-നാണ്. അപ്പോൾ അതായത് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്കൊക്കെ ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്യുന്നതും ഡൗട്ടും അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്താ ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം അതിനകത്ത് എല്ലാവരും കോമൺ ആയിട്ടുള്ള ഡിസ്കഷനൊക്കെ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് റൂമുണ്ട്. അപ്പോൾ ഓരോ മീറ്റിംഗ് റൂമുണ്ട്. സൂമിലാണ് നമ്മുടെ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിംഗ് റൂമിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടീമിൻ്റെ ഓരോ ജിറ കാർഡിനനുസരിച്ച് നമ്മൾ ഓരോ കാർഡിൻ്റെയും അപ്ഡേറ്റ്സ് നമ്മൾ പറയും. അപ്പോൾ ഞാൻ മീറ്റിങ്ങിൻ്റെ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മമ്മി ഇതുപോലെ കുറച്ച് കൊത്തു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം അതിനകത്തായിരിക്കും. ആദ്യമേ കുറേ കോമൺ ഡിസ്കഷൻ, പിന്നെ നമ്മുടെ വർക്കിൻ്റെ ഡിസ്കഷൻ, അതെല്ലാം കൂടെ കഴിയുമ്പോൾ തന്നെ 1 മണിക്കൂറൊക്കെ കഴിയും. പിന്നെ അതല്ലാതെ എന്തെങ്കിലും ഡിസ്കഷൻസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഹസ്ബൻഡ് എന്നും വരുമ്പം റിച്ചുവിനും ഒരു ചോക്ലേറ്റ് കൊണ്ടുവരും, എനിക്കും ഒരു ചോക്ലേറ്റ് കൊണ്ടുവരും. അപ്പോൾ ചില സമയത്ത് ഞാൻ മീറ്റിങ്ങിലായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ 2 ചോക്ലേറ്റും അടിച്ചുകൊണ്ട് പോകും. ഇന്ന് ഞാൻ മീറ്റിങ്ങിലായിരുന്നുകൊണ്ട് എനിക്ക് ആ ചോക്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാനിങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം വേറെ ഡിസ്കഷനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ലോഗ് ഓഫ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ റിച്ചുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നേരത്തെ റിച്ചുവിന് കാർട്ടൂൺ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് TV ഓഫാക്കാൻ പറയും. വേറെ വർക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ TV ഓഫാക്കാൻ പറയും. ഇപ്പം ചിഞ്ചു മാമിനെ അയച്ചു കൊടുക്കുമെന്നോ അവൻ്റെ ക്ലാസ്സിലെ മാമിനും അയച്ചു കൊടുക്കുമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ TV ഓഫ് ചെയ്തോളും. ഈ റൂഫിങ്ങിലൊക്കെ നമുക്ക് കുറേ വയറുകളൊക്കെ കിടപ്പില്ലേ, അപ്പോൾ എക്സ്ട്രാ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അവൻ്റെ വിചാരം അത് സ്കൂളിൽ നിന്ന് ക്യാമറ വെച്ചേക്കുവാണ്. അപ്പം ചിഞ്ചു മാം എപ്പോഴും അവൻ എത്ര നേരം TV കാണുന്നുണ്ട് എന്നൊക്കെ അതുവഴി ടീച്ചറിന് കാണാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അവൻ അത് ഓഫാക്കുന്നത്. TV ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കളിക്കും, കളറിങ് അല്ലെങ്കിൽ ക്ലേ വെച്ച് എന്തെങ്കിലും കളിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് അധികം വർക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവന് ഒറ്റയ്ക്കിരുന്ന് കളറടിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമ്മളും കൂടെ ഇരുന്ന് ടീം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ താല്പര്യം. അപ്പോൾ അമ്മയും വന്നിരിക്കാൻ പറയും. അപ്പോൾ ഈ ഒരു ബുക്ക് കുറേ ഇതുപോലത്തെ കളറിങ് ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി ഏത് കളർ അടിക്കേണ്ടതെന്ന് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചൊന്നുമല്ല, നമ്മൾ ഏതെങ്കിലുമൊക്കെ റെയിൻബോ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ട കളറുകളെല്ലാം അടിക്കും. വേറൊരു ഗെയിമാണ് നമ്മൾ ഈ സ്ക്വിഡ് ഗെയിമിനകത്ത് കണ്ട പോലത്തെയാണ്. അപ്പം അങ്ങ് ദൂരെ പോയി നിൽക്കും. അപ്പം ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാം, റെഡ് ലൈറ്റ് എന്ന് പറയുമ്പം സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ കളിച്ചു. പിന്നെ കുറേ ബുക്കൊക്കെ വായിക്കും. അത് എന്നൊന്നുമില്ല, നമ്മൾ ടീച്ചറും കുട്ടിയും കളിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ബുക്ക് വായന. അല്ലാതെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കളികളോ അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന കാർട്ടൂൺ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എവിടെ ഒരിടത്ത് ഇരുന്ന് കളിച്ചാൽ മതിയല്ലോ. അപ്പം ഇതെൻ്റെ ഒരു പഴയ ബുക്കായിരുന്നു. അതിൽ കുറേ കളർ പിക്ചേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അവനത് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്ന മീൻസ് എന്താ ഓരോ പടം കാണിച്ചിട്ട് ഇതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ഇതെന്താടാ, ഇതെന്താ വോൾക്കാനോ ആണോ? ഇതോ അറിയത്തില്ലയോ? കാർട്ടൂണിലുള്ളതല്ലയോ? ദ ഫ്ലോർ ഈസ് ലാവോ, അതല്ലയോ? അത് വലിച്ചു കീറാതിരിക്കും. അത് വലിച്ചു കീറിയെടുത്തോ. എന്താടാ, ബാഡ് ബോയ് ആണോ നീ? ഇതെന്തോന്ന്? ഒരു പൂവ്, അത് റഫ്ലേഷ്യ. അതിട്ടോ ഒരു ബിഗ് സ്പൈഡർ. അങ്ങനെ ഇതിൻ്റെ പടമൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവന് കുറേ സ്റ്റോറി ബുക്സൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ആ സ്റ്റോറി ബുക്കൊക്കെ വായിക്കും. അതൊക്കെ ഇങ്ങനെ മൂഡ് പോലെ ഇരിക്കും. അവന് ചിലപ്പം കളറടിക്കാനോ മൂടെങ്കിൽ അങ്ങനെ അത് വെച്ച് കളിക്കും.
പക്ഷേ ഇതൊക്കെ നോക്കണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൂടെ ഇരിക്കണം, അല്ലാതെ അവൻ ഒറ്റയ്ക്കൊന്നും നോക്കത്തില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുവാണെങ്കിൽ പറയും കാർട്ടൂൺ ഇട്ട് തരാൻ, അങ്ങനെ കളിക്കത്തൊന്നുമില്ല. പിന്നെ കാർട്ടൂൺ ഇട്ടിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കൊച്ചിന് കാർട്ടൂൺ ഇട്ട് കൊടുക്കുമ്പോഴും നമ്മളതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ യൂട്യൂബ് കിഡ്സ് ആണെങ്കിൽ പോലും അതിനകത്ത് എന്താ ഈ കുറച്ച് വേറെ ഓരോ കണ്ടൻസ് ഒക്കെ വരുമല്ലോ, എന്താ കുറച്ച് വയലൻസ് അല്ലെന്നുണ്ടെങ്കിൽ അപ്പം യൂട്യൂബ് കിഡ്സിൽ നമ്മൾ കൊച്ചുങ്ങളുടെ വരുന്നതെന്ന് ആയിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന തരത്തിൽ അങ്ങനത്തെ കുറേ കണ്ടൻസൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കും എന്താണ് അവൻ കാണുന്നതെന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ നിങ്ങളും കൊച്ചിന് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെന്താ കാണുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ യൂട്യൂബ് കിഡ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൽ കൊച്ചുങ്ങളുടെ കണ്ടൻറ്റ് മാത്രമായിരിക്കത്തില്ല ഉള്ളത്. അതുപോലെ ഉള്ളതാണ് ഈ കുറേ വണ്ടിയൊക്കെ വന്നിട്ട്, ലോറിയോ അതുപോലത്തെ വലിയ ബസ് പോലത്തെ വണ്ടിയൊക്കെ വന്നിട്ട് ചെറിയ ടോയ്സ് ഇങ്ങനെ വീലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതെല്ലാം കുത്തിപ്പൊട്ടിക്കുന്ന മറ്റേ ഈ വണ്ടി ഈ ടോയ്സിൻ്റെ മുകളിലൂടെ അപ്പോൾ ആ പൊട്ടിക്കുന്നത് അപ്പം അത് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ അത് കണ്ടിട്ട് ഇപ്പോൾ അവനും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഈ ടോയ്സൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് പൊട്ടിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റിലേ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും, പക്ഷേ നമ്മളെ അത് കുറച്ച് എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാർട്ടൂൺസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ കാണുന്ന ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. റിച്ച് ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഭയങ്കര തീരുമാനമൊക്കെ ആയിരുന്നു അവനെ കാർട്ടൂൺ കാണിക്കത്തേ ഇല്ല എന്ന്. പക്ഷേ സാഹചര്യം കൊണ്ട് കാർട്ടൂണൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും മീറ്റിംഗ് ചെയ്യുമ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്കിരുന്ന് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുവാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ ബ്രഷ് ചെയ്യാനായിട്ട് അവന് കുറേ ബ്രഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ബ്രഷ് ചെയ്യാൻ അവന് പേസ്റ്റ് ഭയങ്കര പാടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ കുറേ പേസ്റ്റ് ട്രൈ ചെയ്തു. ഞാൻ സ്ട്രോബെറി അങ്ങനെ പല ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഒന്നും അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ആദ്യം ഞാൻ പേസ്റ്റ് ഇല്ലാതെ ജസ്റ്റ് ബ്രഷ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും കളറിലുള്ള ഈ കളർ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബ്രഷ് ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പേസ്റ്റാണ് അവന് പിന്നെയും ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ ആശ്രം മെഡിസിറ്റിയിൽ ഒരു ദിവസം പോയപ്പം അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പീജിയൻ്റെ ടൂത്ത് പേസ്റ്റാണ്. അത് വെച്ച് അവൻ പല്ല് തേച്ചോളും. പിന്നെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ 2 ഗെയിമൊക്കെ കളിക്കും. ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 10-11 മണിയാവും. കാരണം എനിക്ക് വർക്ക് ഒരു 9 o'clock വരെ ഉണ്ടായതുകൊണ്ട് പിന്നെ ബാക്കി ഇതെല്ലാം കളിയും എല്ലാം കഴിയുമ്പോഴത്തേക്കിനും കിടക്കുമ്പോഴത്തേക്ക് 11 മണി ആവാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. ബൈ. ആരച്ചു ജയിച്ചേ?